മണപ്പുള്ളിക്കാവ് ക്ഷേത്രത്തിലെ പുതിയ ഓഫീസിന്റെയും ഊട്ടുപുരയുടെയും കെട്ടിടം മലബാർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എം.ആർ. മുരളി നാടമുറിച്ച് ഉദ്ഘാടനം ചെയ്തു. ചുറ്റമ്പലം പുതുക്കി പണിയുന്നതിന് വേണ്ടിയുള്ള അതിന്റെ രൂപരേഖ തയ്യാറായി ബോർഡിന്റെ അംഗീകാരത്തിന് വിധേയമായി ഉടനടി തന്നെ പണി ആരംഭിക്കാൻ പോകും. അതിന്റെ എല്ലാം ഭാഗമായിട്ടാണ് പൊതുവിലുള്ള വികസനത്തിന്റെ ഭാഗമായിട്ടാണ് നമ്മുടെ ഈ ഊട്ടുപുരയുടെയും ഓഫീസ് കെട്ടിടത്തിന്റെയും നിർമ്മാണം പൂർത്തീകരിച്ചെടുക്കാറുള്ളത്. ഇവിടെ മണപ്പുള്ളിക്കാവിനെ സംബന്ധിച്ചിടത്തോളം മണപ്പുള്ളിക്കാവിന്റെ പുരോഗതിയുടെ ഒരു പ്രധാന ഘട്ടം നമ്മൾ താണ്ടിക്കൊണ്ടിരിക്കുകയും ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ ക്ഷേത്രത്തിന്റെ അകത്തെ നവീകരണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കാൻ സാധിക്കും. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം വളരെ വേഗത്തിൽ തന്നെ നീക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ ഇവിടെ നടക്കുന്നുണ്ട്. അസിസ്റ്റന്റ് കമ്മീഷൻ ഓഫീസിന്റെ ഭാഗത്ത് നിന്ന് നല്ല ഇടപെടൽ ഉണ്ടാകുന്നത്. ദേവസ്വം ബോർഡിന് ബോർഡ് ഓഫീസിൽ ഒരു ക്ഷേത്രത്തിന്റെ ഭയം അനാവശ്യമായി വെച്ച് താമസിപ്പിക്കുന്ന ഒരു ഏർപ്പാടേക്ക് യുദ്ധകാലാടിസ്ഥാനത്തിൽ എന്നൊക്കെ പറയുന്നതിന്റെയും അപ്പുറത്താണ് ക്ഷേത്രങ്ങളുടെ പുരോഗതിക്ക് വേണ്ടി എടുക്കേണ്ട നടപടി എന്താണ്, ആ നടപടി അതിവേഗതയിൽ കൈക്കൊള്ളുന്ന ഒരു സംവിധാനമായി മലബാർ ദേവസ്വം ബോർഡ് മാറി. ഉദ്ഘാടന ചടങ്ങിൽ ക്ഷേത്രം തന്ത്രി കെ.എം. ഭവത്രാദൻ നമ്പൂതിരി ദീപം തെളിയിച്ചു. ക്ഷേത്രം എക്സിക്യൂട്ടീവ് ഓഫീസർ കെ. മനോജ് കുമാർ സ്വാഗതം പറഞ്ഞ യോഗത്തിൽ മലബാർ ദേവസ്വം ബോർഡ് കമ്മീഷണർ ടി.സി. ബിജു അധ്യക്ഷത വഹിച്ചു. മലബാർ ദേവസ്വം ബോർഡ് മെമ്പർമാരായ എ. രാമസ്വാമി, വി. കൃഷ്ണൻകുട്ടി, മലബാർ ദേവസ്വം ബോർഡ് പാലക്കാട് ഏരിയ കമ്മിറ്റി ചെയർമാൻ എം. ദണ്ഡപാണി മാസ്റ്റർ, വാർഡ് കൌൺസിലർ ധന്യ ഉണ്ണികൃഷ്ണൻ, പാലക്കാട് മലബാർ ദേവസ്വം ബോർഡ് അസിസ്റ്റന്റ് കമ്മീഷണർ ആർ. വേണുഗോപാലൻ തുടങ്ങിയവർ ആശംസ പ്രസംഗം നടത്തി. പ്രൊജക്ട് എഞ്ചിനീയർ ആർ. കെ. മണിശങ്കർ, ദേവസ്വം എഞ്ചിനീയർ കെ. പി. കൃഷ്ണകുമാർ, കോൺട്രാക്ടർ പി. പ്രദീപൻ എന്നിവർക്ക് ഉപഹാരങ്ങൾ നൽകി ആദരിച്ചു. ക്ഷേത്രം സീനിയർ ക്ലർക്ക് എ. പി. വസന്തകുമാർ നന്ദി പറഞ്ഞു.